നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമാക്കി കമ്പനിയുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ സ്കൈ 11 കമ്പനിയുടെ വിവരങ്ങളിൽ തിരുത്തൽ. ഉടമസ്ഥരുടെ വിവരങ്ങളിലും മേൽവിലാസത്തിലുമാണ് മാറ്റമുണ്ടായത്. വീണ വിജയന്റെ കമ്പനി എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് തിടുക്കപ്പെട്ടുള്ള തിരുത്ത്. വീണയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നിന്ന് കമ്പനിയുടെ പേര് ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റി. സ്കൈ 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ 2023 മാർച്ചിലാണ് കമ്പനി സ്ഥാപിച്ചത്. പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനി എന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത്. കാനഡയ്ക്ക് പുറമെ ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്ന് അവകാശപ്പെടുന്നു. 2014 ബംഗളൂരുവിൽ ആരംഭിച്ച IT സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസിന്റെ MD ആണ് വീണ. വീണയുടെ അപേക്ഷയിൽ 2022 നവംബറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് താൽക്കാലികമായി മരവിപ്പിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയതെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. കമ്പനിയുടെ ഏക ഡയറക്ടറെ കാണിച്ചിരിക്കുന്നത് വീണയുടെ പേരാണ്. ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്ന് കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ കാണുന്നു. ഇദ്ദേഹമായിട്ട് 2017 മുതൽ എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തയാളാണ്. മുഖ്യമന്ത്രിയെ വിവാദത്തിലാക്കിയ NSC ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമായ കാനഡയിൽ മകൾ കമ്പനി തുടങ്ങിയതിൽ ദുരൂഹത ആരോപിച്ചുള്ള പ്രചാരണമാണ് നടക്കുന്നത്. കിഫ്ബിക്ക് വേണ്ടി ഇറക്കിയ മസാല ബോണ്ട് കരസ്ഥമാക്കിയത് ലാവ്ലിൻ കമ്പനിയിലെ ഓഹരി പങ്കാളിയായ കനേഡിയൻ കമ്പനിയാണെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. എക്സാലോജിക് CMRL ഇടപാടിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ സ്കൈ 11 ആരോപണം ആദ്യം ഉന്നയിച്ചത്. സ്കൈ 11 കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ T ആണ്. വീണയുടെയും സ്കൈ 11ന്റെയും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ ഇത് കാണാം. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത്. കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് സായി ബാബയാണ് അപേക്ഷ നൽകിയത്. എക്സാലോജിക്കിന്റെ തുടക്കം വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപ സായി ബാബ. കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയത്. ഫെബ്രുവരി 15 സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ടെന്ന് വിവരം പുറത്തു വന്നതിനു ശേഷമാണ് കമ്പനി വിവരങ്ങളിൽ തിരക്ക് പിടിച്ച് മാറ്റം വരുത്തിയത്. കൂടാതെ വീണയുടെയും സ്കൈ 11ന്റെയും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലുകളിലും മാറ്റം വരുത്തി. വീണയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നേരത്തെ സ്കൈ 11 കമ്പനി ചേർത്തിരുന്നു. ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. സ്കൈ 11 കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റി. കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളും ഒഴിച്ചാക്കിയിട്ടുണ്ട്. ഒരു ജീവനക്കാരന്റെ വിവരം മാത്രമാണ് നിലവിൽ കാണിക്കുന്നത്. ഈ ജീവനക്കാരന്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ എക്സാലോജിക്കിനെയാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത്. എക്സാലോജിക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു ഈ ജീവനക്കാരൻ. മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായി തുടങ്ങിയ കമ്പനിയെങ്കിൽ പിന്നെ എന്തിനാണ് തിരക്കു പിടിച്ച് വിവരങ്ങൾ തിരുത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാസപ്പടിയിൽ ആദായ നികുതി വകുപ്പ് നടപടികൾ തുടരുന്നതിനിടെയായിരുന്നു എക്സാലോജിക് മരവിപ്പിച്ചത്. ഇതിന് പിന്നാലെ പുതിയ കമ്പനി തുടങ്ങിയതും വിവരങ്ങൾ പുറത്തു വന്നതിനു ശേഷം കമ്പനി വിവരങ്ങളിൽ മാറ്റം വരുത്തിയതും ഏറെ ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.